ക്രിസ്ത്യാനികൾക്കുള്ളത്. ക്രിസ്തീയ ജീവിതം മരുഭൂമി യാത്രയോടാണ് ഉപമിച്ചിരിക്കുന്നത്. മരുഭൂമിയിലെ യാത്ര അല്ലേ? മരുഭൂമിയിലേക്ക് തിരുവഴുത്തില് മരുഭൂമിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഏറ്റവും ഘനമേറിയ പ്രവർത്തികള്, ഘനമേറിയ മെസ്സേജുകളൊക്കെ ദൈവം മനുഷ്യ കൊടുത്തിട്ടുള്ളത് മരുഭൂമിയിലാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഈ ബൈബിൾ കണ്ടിന്യൂ ആയിട്ട് വായിക്കാൻ നമുക്ക് കിട്ടുന്ന ചില പോയിന്റുകളാണ്. മനസ്സിലായോ? അത് വലിയ പ്രാസംഗികമൊന്നുമല്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ? വിശുദ്ധ തിരുവഴുത്തില് 19 അല്ലെ വൈൽഡർനെസ്സും 5 ഡെസേർട്ടും ഉണ്ട് അല്ലെ. വൈൽഡർനെസ് എന്ന് പറയുന്നത് മരുഭൂമിയാണ്. എന്നാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് ചില പച്ച ചെടികളൊക്കെ കാണും, ചില കുറ്റിച്ചെടികളും മുൾപ്പുളർപ്പൊക്കെ കാണും അല്ലെ. ആടിനെ മേയ്ക്കുകയാണ് അവിടുത്തെ പ്രധാന ജോലി. അവിടെയുള്ള മനുഷ്യർക്ക് ഇടയ്ക്കിടയ്ക്ക് ചില താമസങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യർക്ക് അങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ വാസയോഗ്യമല്ല ഈ വൈൽഡർനെസ്. എന്നാൽ ഡെസേർട്ട് എന്ന് പറയുന്നത് മുഴുവൻ മരുഭൂമിയാണ്, മണൽക്കാടുകളാണ്. അതായത് സഹാറ മരുഭൂമി, ഇന്ത്യയിലെ പിന്നെ നമുക്ക് ഇന്ത്യയിൽ ഒരെണ്ണമുണ്ടല്ലോ, അതിന്റെ താർ മരുഭൂമി, പിന്നെ ഗോപി ഇങ്ങനെയുള്ള വലിയ വലിയ, അവിടെ വെറും മണൽ മാത്രം, അവിടെ യാതൊന്നും തന്നെ ഇല്ല. എന്നാൽ വിശുദ്ധ മലയാളം ബൈബിളില് വൈൽഡർനെസ് എന്ന ഡെസേർട്ട് എന്നോ അതിൽ എല്ലാത്തിനും ഒരുപോലെ മരുഭൂമി എന്നാണ് മലയാളം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മരുഭൂമി എന്ന ഒറ്റ വാക്കിലാണ് അറിയപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലെ. ഇനി നമുക്ക് ഈ പൊതുവെ മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണല്ലോ മരുഭൂമി എന്ന് പറയും. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമുക്ക് കടന്നു വന്നാല് മരുഭൂമിയിലെ ദൈവത്തിന്റെ പ്രവൃത്തി ആദ്യം വെളിപ്പെട്ടത്, പ്രവൃത്തിയില്ല അല്ലെ, ദൈവശബ്ദം മരുഭൂമിയിൽ ആദ്യം കേട്ടത് വിശുദ്ധ തിരുവഴുത്തെ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഹാഗാറിനാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ വിഷയത്തെ നമുക്കൊന്ന് നോക്കാം, എവിടെയാണെന്ന് നോക്കാം അല്ലെ. ബൈബിളുള്ളവർ എടുക്കുന്നത് നല്ലതാണ്. ഞാൻ പറയില്ല, എനിക്ക് പ്രസംഗിക്കാൻ ബൈബിൾ ക്ലാസ് പോലെ ഞാൻ എടുക്കുന്ന ഒരു വിഷയമാണിത്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലാണ് അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലെ. വിശുദ്ധ തിരുവഴുത്തില് ദൈവം ആദ്യമായിട്ട് പേര് വിളിച്ച ഒരു സ്ത്രീയാണ് ഹാഗാർ. ഹവ്വയെ പോലും വിളിച്ചിട്ടില്ല, സാറയെ പോലും ദൈവം പേര് വിളിച്ചിട്ടില്ല അല്ലെ. 2 പ്രാവശ്യം ഹാഗാറിനെ ദൈവം പേര് വിളിച്ച് പറയുന്നുണ്ട് അല്ലെ. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം ഒന്ന് എടുത്തു നോക്കിയേ. ആരും ഇല്ലായിരിക്കുന്നു ബൈബിൾ റെഫറൻസ് എടുക്കാനല്ലേ. 16-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഹാഗാറിനെ പേര് വിളിച്ച് ദൈവം പറയുന്നുണ്ട്. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ, ശൂരന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൾ, ഞാൻ എന്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോവുകയാകുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങി ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കണമെന്ന് കൽപ്പിച്ചു. ഹാഗാർ സാറായെ വിട്ട്, കാരണങ്ങളൊക്കെ പല ഹിസ്റ്ററി ഒന്നും പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പറയാം. ഹാഗാർ സാറായെ വിട്ട്, അബ്രഹാമിനെ വിട്ട്, കുടുംബത്തെ വിട്ട് ഏകയായിട്ട് താൻ എങ്ങോട്ടാ പോകണം തനിക്ക് ലക്ഷ്യമില്ലാത്ത സമയത്ത് ഹാഗാറിനെ പേര് ചൊല്ലി ദൈവം വിളിക്കുന്ന ഹാഗാറേ. എന്തുകൊണ്ട് ഹാഗാറിനെ? അതിൽ ഹാഗാറിനെ കുറിച്ചും മരുഭൂമിയെ കുറിച്ചൊക്കെ പ്രസംഗിച്ചിട്ട് ഒത്തിരി പേര്, എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്താ പ്രസംഗിച്ചു. ആർക്കും ഒരു ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല. പ്രസംഗിച്ചിട്ട് പോയി അവർ അന്നേരം കേട്ടു എന്നുള്ളത്. പക്ഷെ ഇത് ഒരു പോയിന്റ് ഇതുവരെ ആരും പ്രസംഗിച്ചെനിക്ക് കേട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഹാഗാറിനെ പേര് ചൊല്ലി ആദ്യമായിട്ട് പേര് ചൊല്ലി വിളിക്കുന്ന സ്ത്രീയാണ് ഹാഗാർ. പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. നമ്മളങ്ങനെ രണ്ടാമത് ഹാഗാറിന് പേര് ചൊല്ലി വിളിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലാണ്. ദൈവം നിന്റെ നിലവിളി കേട്ട് ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറേ, നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു അല്ലെ. ദൈവത്തിന് അവിടെ നമുക്കറിയാം, അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് അബ്രഹാം കൊടുത്തു വിട്ട അപ്പവും വെള്ളവും തീർന്ന് മരുഭൂമിയിൽ കിടന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഹാഗാർ ദൈവത്തോട് കരഞ്ഞു എന്നേ ഉള്ളൂ. ബാലൻ നിലവിളിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തി. നമുക്കറിയാം ഹാഗാർ കരഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ, ഇംഗ്ലീഷ് ബൈബിളിൽ ലിഫ്റ്റഡ് അപ്പ് ഹെയർ വോയിസ് ആൻഡ് വെപ്റ്റ്, ലിഫ്റ്റഡ് അപ്പ് ഹെയർ വോയിസ് ആൻഡ് വെപ്റ്റ്. അവൾ വളരെ ശബ്ദത്തോടു കൂടി കരഞ്ഞു
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേറൊരു ഭാഗത്ത് അവിടെ പറഞ്ഞെങ്കിൽ പിന്നെ ബാലിനെ കുറിച്ച് പറയുക ലിഫ്റ്റഡ് അപ്പ് ഹിസ് വോയിസ് ആൻഡ് ഹി ക്രൈഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് ക്രൈഡ്, മറ്റേത് ലിഫ്റ്റ്. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ബാലിന്റെ നിലവിളി കേട്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നല്ലേ. മരുഭൂമി അതിന്റെ പിന്നിൽ പുറയിലുള്ള കാര്യങ്ങളൊക്കെ ഹിസ്റ്റോറിക്കലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ല അല്ലെ. അവിടെ മകനും അമ്മയും ഒരുപോലെ ദൈവത്തോട് അമ്മയും മകനിൽ നിന്ന് കരയാണ്. ഒരാൾ നിലവിളിക്കാണ്, ഒരാൾ കരയാണ്. ഇനി എന്ത് ചെയ്യും? അബ്രഹാം കൊടുത്തു വിട്ട സകലതും തീർന്നു, അപ്പം തീർന്നു, വെള്ളം തീർന്നു. കഴിഞ്ഞ ദിവസം ഒരു അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് നല്ല ആഹാരം കഴിച്ച് നല്ലവണ്ണം വിശ്രമിച്ച് നല്ല ഭക്ഷണമായി എല്ലാ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞവരാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അതൊന്നും തന്നെയുമില്ല. കൊടുത്തു വിട്ടതൊക്കെയും തീർന്നിരിക്കുന്ന മരുഭൂമിയാണ്. ദൈവത്തിന് സ്തോത്രം. മുൻപോട്ട് പോയാൽ മരുഭൂമി മാത്രം. സഹായിക്കാൻ ആരുമില്ല, മനുഷ്യശബ്ദം കേൾപ്പാനില്ല, ആശ്വസിപ്പാൻ ആരുമില്ല. വിശപ്പും ദാഹവും അതികഠിനം. ഈ സമയത്ത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ലാണ്. അപ്പോൾ ആത്മാർത്ഥമായ ഒരു നിലവിളി ഹൃദയത്തിൽ നിന്ന് അന്തർഭാഗത്തിൽ നിന്ന് ഉയരത്തിലേക്ക് ഉയർന്നത് ഒരു നിലവിളി. എന്താ ആ നിലവിളിയാണല്ലേ. പ്രാർത്ഥിപ്പാൻ വാക്കുകളില്ല. വിശന്ന് തളർന്നിരിക്കുന്നു, ഒന്നുമില്ല, കുടിക്കാൻ വെള്ളമില്ല, ദാഹിച്ചു വരണ്ടിരിക്കുന്നു, എല്ലാം തീർന്നു പോയി, ഭാവിയെ കുറിച്ച് ഒരു പ്രത്യാശയുമില്ല. അപ്പോൾ ഒരു നിലവിളി, ഓ മൈ ഗോഡ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്നുള്ള ഒരു നിലവിളി. ദൈവത്തിന് ആ നിലവിളിയില് മേൽപ്പറഞ്ഞ എല്ലാ വിഷയങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ വാക്കില് നിന്റെ സകല പ്രശ്നങ്ങളും, നിന്റെ വിശപ്പിന്റെയും ദാഹത്തിന്റെയും, നീ അബ്രഹാം നിന്നെ കൊടുത്തു വിട്ട് അപ്പം തീർന്നപ്പോഴും വെള്ളം തീർന്നപ്പോഴും സഹായിപ്പാൻ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിലും നിനക്ക് ഒരു ഒരൊറ്റ വാക്കിൽ ഓ എന്റെ ദൈവമേ എന്നുള്ള നിലവിളി, അതിൽ നിന്റെ സകല പ്രശ്നങ്ങളും അടങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോഴാണ് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത്. ഹാഗാറേ, ദൈവം 2 പ്രാവശ്യം ബൈബിളില് എന്റെ പേര് ചൊല്ലി, ദൈവം അത്യുന്നതനായ ദൈവം അല്ലേ, സകലത്തെ സൃഷ്ടാവായ അത്യുന്നതനായ ഉന്നതന്റെ മീതിരെ ഉന്നതന്റെ അതിന്റെ മേലെ അത്യുന്നതനുമായ ഒരു ദൈവം പേര് ചൊല്ലി ഹാഗാറിനെ വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാനുഷികമായിട്ടുള്ളതൊക്കെയും കൈവിടപ്പെടുമ്പോൾ, മാനുഷികമായിട്ടുള്ളതൊക്കെയും കാര്യങ്ങൾ പിൻവലിക്കപ്പെടുമ്പോൾ, മാനുഷികമായ നോട്ടങ്ങളൊക്കെയും ദൈവം നിന്നത് പോകുമ്പോൾ, മനുഷ്യൻ കൊടുത്തതൊക്കെയും തീർന്നു പോകുമ്പോൾ, നിന്നെ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വ്യക്തിപരമായി നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഉചിതമായ ഒരു മറുപടി കൊടുത്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വേദപുസ്തകം നിലവിളിച്ച വേറൊരാളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു മൊർദെഖായി, ദൈവത്തിന് സ്തോത്രം അല്ലെ, ശൂശൻ രാജധാനി വരെയും നിലവിളിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുക. ആ നിലവിളി കേൾക്കുന്നുണ്ട്. നിലവിളി, എന്റെ ദൈവമേ, ഞങ്ങളുടെ വർഗങ്ങളെ, ഞങ്ങൾ യഹൂദന്മാര് നശിച്ചു പോകാൻ പോകുന്നു, ഞങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല, മാനുഷികമായിട്ടുള്ള സകലതും ഞങ്ങൾക്കെതിരാണ്, സകല ജാതികളും ഞങ്ങൾക്കെതിരാണ്, രാജാവ് ഞങ്ങൾക്കെതിരാണ്, ഹാമാൻ ഞങ്ങൾക്കെതിരാണ്, ഞങ്ങൾക്കെതിരായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താ? ഈ ജാതി മറ്റുള്ള ജാതികളെ പോലെയല്ല. ഞങ്ങൾ അത്യുന്നതനായ ദൈവത്തെ മാത്രമേ കുമ്പിട്ട് ആരാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നിലവിളിച്ച ഹാഗാർ, നിലവിളിച്ച മൊർദെഖായിക്ക് ഉത്തരം കിട്ടിയില്ലേ? ദൈവത്തിന് സ്തോത്രം. ആ ഒറ്റ നിലവിളി, അവൻ ആ ശൂശൻ രാജധാനിയിലെ രാജാവിന്റെ സന്നിധിയിൽ അതിനകത്തോട്ട് കയറാനൊക്കത്തില്ല, പുറത്തു വരെ ചെന്നുള്ളൂ. പുറത്തു നിന്ന് വരെ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു. അവൻ നിലവിളിച്ചെന്ത്? എന്റെ ദൈവമേ, മൈ ഗോഡ്. ഇട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ നിന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു അല്ലേ? ആ ഒരു നിലവിളി, എന്റെ ദൈവമേ എന്നുള്ള നിലവിളിയില് സകല പ്രശ്നങ്ങളും അടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ നിലവിളിയില് സകലതും അടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വിഷയങ്ങളൊക്കെ അതുപോലെ ദൈവസന്നിധിയിൽ ചെന്നു. ദൈവത്തിന് മറുപടി. എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം 15-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മൊർദെഖായിക്ക് കിട്ടിയ ദൈവം, മൊർദെഖായിയെ മാനിച്ച ദൈവം. എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂശൻ പട്ടണം ആർത്ത് സന്തോഷിച്ചല്ലേ? ശൂശൻ പട്ടണം കലങ്ങിപ്പോയെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാ ഇവിടെ ആർത്ത് സന്തോഷിക്കുക. ഇത് ഒരൊറ്റ വാക്ക്, എന്റെ ദൈവമേ എന്നുള്ള ഒരു നിലവിളി. ദൈവത്തിന് പ്രാർത്ഥിപ്പാൻ സമയമില്ലല്ലേ? നമ്മളെ പോലെ തന്നെ സ്വർഗ്ഗത്തിലെ പിതാവേ,
സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായിരിക്കുന്ന കർത്താവെ, സ്വർഗം സിംഹാസനം ഭൂമി പാദപീഠമായതൊന്നും പ്രാർത്ഥിച്ചില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെയാണല്ലേ, നമ്മൾ പാദപീഠത്തിലായിരിക്കും പറഞ്ഞ് ദൈവത്തിന് സ്വാമി ഇച്ചിരി കൂടി പോയി ദൈവത്തിന് സ്തോത്രം, ഞാൻ അതിനെ ശനിയാഴ്ച തന്നെ വേണമെന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ. വേറൊരാള് മരുഭൂമിയിലെ ഒറ്റയ്ക്ക് കിടപ്പുണ്ടറിയാം. അത് മരുഭൂമി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും വിജനമായ ഒരു പ്രദേശമായിരുന്നു. അവിടെയും സഹായിക്കാൻ ആരുമില്ല, മനുഷ്യബ്ദം കേൾപ്പാനില്ല. അറിയാമോ? അപ്പനെയും സഹോദരനെയും വഞ്ചിച്ച് ബേർസേബയിൽ നിന്ന് ഹാരാനിലേക്ക് പോകുക, അമ്മാവന്റെ വീട്ടിലൊക്കെ. ബേർസേബയിൽ നിന്ന് 450-500 മൈൽ ദൂരമുണ്ട്, നടന്നു പോകണം. ഏതാണ്ട് 20-25 ദിവസം കൊണ്ട് അങ്ങ് ചെല്ലത്തുള്ളൂ. കയ്യിലായുള്ളത് എന്താണെന്ന് അറിയാമോ? ഒരു വടി. അത് മാത്രം കൊണ്ടാണ് താൻ യാത്ര ചെയ്തത്. കാര്യം വടി, ഈ ദൂരയാത്രയ്ക്ക് വടി ആവശ്യമുണ്ട്. കാരണം ഈ കാടുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചില മൃഗങ്ങളൊക്കെ തല്ലി ഓടിക്കണം, അങ്ങനെയൊക്കെ വരും. അങ്ങനെ യാത്ര എല്ലാവരും വടിയും കൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്ന ആ സമയങ്ങളിൽ. വടി അവർക്ക് അത്യാവശ്യം, കാരണം ഈ പാമ്പുകൾ, ഇഴജന്തുക്കളൊക്കെ ധാരാളമുള്ള സ്ഥലങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ അവര് 2-3 പേര് പലപ്പോഴും ഇങ്ങനെ കൂട്ടമായിട്ട് പോകുന്ന വഴിക്ക് രാത്രിയിൽ എവിടെയെങ്കിലും ആ സത്രത്തിൽ അവർ കിടന്നു, അവിടുന്ന് ആഹാരം എല്ലാം കിട്ടും. അതുകൊണ്ടാണ് അവർ പിന്നെ മുമ്പോട്ട് യാത്രക്കാർ 25 ദിവസം ആഹാരം കൊണ്ട് നടക്കാനൊക്കത്തില്ല അല്ലെ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആദ്യത്തെ ദിവസം ഭവനത്തിൽ നിന്ന് ഇറങ്ങി, ആദ്യത്തെ ദിവസം വെളിപ്രദേശത്ത് കിടന്നിറങ്ങി കല്ല് തലയടയായിട്ട് വെച്ചുറങ്ങിയപ്പോൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് പല ചിന്തകളും വന്നു. ദൈവമേ, നീ എന്റെ വല്യപ്പച്ചനോടും എന്റെ അപ്പനോടും ചെയ്ത വാഗ്ദത്തം എങ്ങനെ നിവൃത്തിയാകും? ഞാനിതാ അന്യനും പരദേശിയുമായിട്ട് എൻ്റെ സ്വന്തം ഭവനത്തെ വിട്ട് ഞാൻ 500 മൈൽ ദൂരത്തേക്ക് ഞാൻ പോവാണ്. ദൈവം എൻ്റെ അപ്പനോട് ഒരു വാഗ്ദത്തം കൊടുത്ത്, വല്യപ്പച്ചനോട് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്, എൻ്റെ അപ്പനോടൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ തലമുറയ്ക്ക് ഞങ്ങൾ അനുഭവിക്കേണ്ടവരാണ്. ആ തലമുറയാണ്. ഞാൻ ഇന്ന് അന്യരും പരദേശിയുമായിട്ട് പോകാണ്. ദൈവത്തിന് സ്തോത്രം അല്ലേ. ആ ചിന്തയില് യാക്കോബ് കിടന്ന് താൻ വളരെ വ്യസനമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ മൃഷ്ടാന്ന ഭോജനം കഴിച്ച് വീട്ടില് അമ്മ നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആത്സല്യ പുത്രനെ വളർത്തിക്കൊണ്ടുവന്ന് ഇന്നൊന്നും ഇല്ലാതെ കിടക്കുക. നല്ല കിടക്കെ കിടന്ന് നല്ല തലേനെ തലവെച്ച് കിടന്ന് യാക്കോബ് ഇന്ന് കല്ല് തലേനായിട്ട് വെച്ച് കിടന്ന് ഉറങ്ങുക. എന്റെ ഭാവി എന്തായിട്ട് തീരുമല്ലേ. ദൈവം അതിന് മറുപടി കൊടുത്തു അല്ലേ. അവൻ തിരുസന്നിധിയിൽ ചിന്തിച്ചതേ ഉള്ളൂ, ദൈവമേ, നിന്റെ അപ്പനോടും എന്റെ വല്യപ്പച്ചനോടും എന്റെ അപ്പനോടും ചെയ്ത വാഗ്ദത്തം ഇവിടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നല്ലേ. അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. 28-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങള്. ദൈവത്തിന് സ്തോത്രം. വായിച്ചു നോക്കി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീത് യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രാഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതല്ലേ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, ഇതല്ലേ യാക്കോബിനോട് പറഞ്ഞത്, ഇസ്ഹാക്കിനോട് പറഞ്ഞത്. ആ പ്രോമിസ് തന്നെ എനിക്ക് എൻ്റെ വല്യപ്പച്ചനോടും ചെയ്ത വല്യപ്പച്ചനോടും അപ്പനോടും ചെയ്ത വാഗ്ദത്തം എനിക്കിന്ന് കിട്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. എങ്ങനെ ഏതെന്നൊന്നും എനിക്കറിയില്ല. ദൈവ വഴികൾ തക്ക സമയമായപ്പോൾ ലാബാന് അമ്മാച്ചനെ വീട്ടിൽ നിന്ന് പോകാൻ കാരണം എന്താണെന്നറിയാമോ? അവന് 30-ാമത്തെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യാക്കോബ് തന്റെ ഭാര്യമാരോട് പറയുന്നൊരു വാക്യമുണ്ട്, അവരുടെ മുഖം പണ്ടത്തെ പോലെ അല്ലെന്ന്. ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി എന്റെ അപേക്ഷ കേട്ട് ഒരു മകനെ തന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു. 31-ന്റെ 2-ാമത്തെ വാക്യം. ഓക്കെ. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ചലിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കും. 31-ന്റെ 2. 31-ന്റെ 5. ഓ, ഞാൻ 30-ന്റെ 5 വായിച്ചു. നിങ്ങളുടെ അപ്പന്റെ മുഖം എന്റെ നേരെ മുമ്പേ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു. സമയമായപ്പോ കണ്ടില്ലേ, നിങ്ങളുടെ ദൈവം പ്രവർത്തിച്ച് കണ്ടില്ലേ. ആ മുഖത്ത് നോക്കുമ്പോ അറിയാം കാര്യം എന്താ സന്തോഷമുള്ളത്. ഇനി പൊക്കോണ്ട് ഇവിടെ നിൽക്കരുത്. നേരിട്ട് പറയേണ്ടതല്ലേ. ചില
നമുക്ക് ചില ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ നമുക്ക് ചില കാര്യം, ചില വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം അവരുടെ സ്വീകരണം എങ്ങനെയാണെന്നുള്ളത്, അല്ലേ? അല്ലെ ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജിലേക്ക് നമുക്ക് മനസ്സിലാകും അവരെങ്ങനെ സംസാരിക്കുക, നമ്മൾ ഇടപെടും. തക്ക സമയത്ത് ദൈവം പ്രാർത്ഥിച്ചു, പൊക്കോ. ജാവം പോകാൻ പറഞ്ഞില്ല കേട്ടോ, പക്ഷെ ആ മുഖം കണ്ടപ്പോൾ മനസ്സിലായി ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, അല്ലേ? കാര്യങ്ങളൊക്കെ ഇങ്ങനെ മരുഭൂമിയിൽ ദൈവം പ്രവർത്തിക്കുന്ന ഒരു കർത്താവാണ്, മരുഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. അവിടെ ഞാൻ നോക്കിയപ്പോൾ ഇതെല്ലാം ബൈബിള് കണ്ടിന്യൂ ആയിട്ട് വായിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. 19:5-24 മരുഭൂമികളെ പറ്റി പറയുന്നത്, എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നടന്ന എല്ലാം മരുഭൂമിയില്ല. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ 5 നൂറ്റാണ്ട് 500 വർഷം കഴിഞ്ഞപ്പോ ഇതാ മരുഭൂമിയിൽ വേറൊരു ശബ്ദം കേൾക്കുന്നു, മോശേ മോശേ എന്നുള്ള ഒരു ശബ്ദം, അല്ലേ? വളരെ അത്ഭുതമായിരിക്കും ഇതൊക്കെ, അല്ലേ? ഞാൻ ചിന്തിക്കുക അതൊക്കെ വളരെ അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, അല്ലേ? അതിന് 5-ാമത്തെ വാക്യങ്ങള്, അതിന്റെ 3-ാമത്തെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ കഴിയും, അല്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുൾപ്പടർപ്പിന് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്ത് പോകാതിരിക്കേണ്ട മുൾപ്പടർപ്പ് വെന്ത് പോകാതിരിക്കുന്ന വലിയ കാഴ്ച എന്തെന്നും ചെന്ന് മോശ നോക്കട്ടെ എന്ന് പറഞ്ഞ് മോശ പറഞ്ഞ് നോക്കേണ്ടതിന് അവൻ വരുന്നത് അത് യഹോവ കണ്ടപ്പോൾ മുൾപ്പടർപ്പിന് നടുവിൽ അവൻ മോശേ മോശേ എന്ന് വിളിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, അല്ലേ? മോശയുടെ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളാണ്, അല്ലേ? 40 വർഷമുള്ള 3 ഘട്ടങ്ങളാണ്. ഒന്ന് 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തില്, 40 വർഷം അമ്മായിയപ്പന്റെ ആടിനെ മേടിച്ച് മരുഭൂമിയില്, പിന്നെ അടുത്ത 40 വർഷം ഇസ്രായേൽ മക്കളെ നയിച്ചുകൊണ്ട് മരുഭൂമിയില്. എല്ലാം മരുഭൂമിയില് ഫറവോന്റെ കൊട്ടാരത്തിൽ ഒന്നും നടന്നില്ല, അല്ലേ? ഇസ്രായേലിലെ സകല വിദ്യയൊക്കെ അഭ്യസിച്ച മോശയാണ്. പക്ഷെ ഇപ്പോഴെവിടാ? അമ്മായിയപ്പന്റെ ആടിനെ മേയിച്ചുകൊണ്ട് നയിക്കുക. ഞാൻ ഈ ആടിനെ മേയിക്കുന്നൊക്കെ നിങ്ങളാരും കണ്ടു കാണിച്ചില്ല. ഞാൻ നേപ്പാളിൽ പോയിച്ച് ഗോരഖ്പൂരിൽ നിന്ന് ബോംബെക്ക് വരുന്ന സമയത്ത് ഞാൻ അവിടെ വരണ്ട പ്രദേശങ്ങൾ ആടിനെ മേയിക്കുന്നുണ്ട്. ഒരു ആട്ടിടെ നിന്ന് ഏതാണ്ട് ഒരു 50ഓളം ആടുകളുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലൊരു വടിയുണ്ട്. അത് വളരെ ഉയരമുള്ളൊരു വടിയാണ്. അതുപോലെ അവിടെ അദ്ദേഹത്തിന് ഒരു മാവേല് ഏതാണ്ട് തുണിയെ കെട്ടി തൂക്കി അദ്ദേഹത്തിന്റെ ആഹാരമോ കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിരിക്കും. അദ്ദേഹം ഒറ്റയ്ക്കുള്ള ആരുമില്ല, വളരെ വിജനമായ സ്ഥലം. ഞാൻ ചുറ്റും നോക്കാം. അപ്പോഴേ എനിക്കിത് മോശയുടെ കാര്യം ഓർമ്മ വന്നേ, ദാവീദിന്റെ കാര്യം ഓർമ്മ വന്നേ, അക്കിരന്മാരുടെ. ഞാൻ പെട്ടെന്ന് മോശയെ ഓർത്തു. ഇതാണല്ലോ മോശയോടുള്ള അനുഭവം. രാജം വെളുക്ക് തന്നെ ആളുകളെല്ലാം കൂടെ എണ്ണിക്കൊണ്ടുപോകും, അല്ലേ? 1, 2, 3, 5 എണ്ണിക്കൊണ്ട് പോകും. കയ്യില് ഒരു പൊതി കാണും, അതിനകത്ത് വല്ല അപ്പം അത് കാണും, കയ്യിലൊരു ഇച്ചിരി വെള്ളം കാണും. ഭയങ്കരമായ സൂര്യന് കീഴെ മരുഭൂമിയില് വലിയ വൃക്ഷങ്ങളൊന്നും തന്നെയുമില്ല, കുറ്റിച്ചെടിയിലും മുൾപ്പടപ്പുകളും മാത്രമേ ഉള്ളൂ. അവിടെ മോശ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക. ഈ വെയിൽ കൊണ്ട്, ഈ മുഴുവനായത് കൊണ്ട് സുന്ദരനായ മോശ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? മോശ ജനിച്ചപ്പോൾ വളരെ സുന്ദരനായിരുന്നു നമ്മൾ കാണും, അല്ലേ? സുന്ദരനായ മോശയുടെ മുഖമൊക്കെയും കറുത്ത് വാടിപ്പോയി വെയിൽ കൊണ്ട്. വെള്ളം കുടിക്കാതെയും ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും വെയിലും എല്ലാം കൊണ്ട് നടന്ന മോശ മരുഭൂമി ഇത് ചിന്തിച്ചു, ഇസ്രായേലിന്റെ വിടുതൽ എപ്പോഴ്, കർത്താവേ നിന്റെ വാഗ്ദത്തം എപ്പോഴും നിവർത്തിയാകും? ഞാൻ 40 വർഷം മരുഭൂമിയിൽ നിന്നല്ലോ, ഞാൻ മിസ്രൈമിന്റെ കൊട്ടാരത്തിലായിരുന്നല്ലോ, ഫറവോന്റെ മകനായിരുന്നല്ലോ, അവിടെ വെച്ച് അവരെ വിടുവിക്കാൻ ഞാൻ പ്രവർത്തികളൊക്കെ ചെയ്തല്ലോ, അതൊക്കെയും പരാജയപ്പെട്ടു പോയല്ലോ, ഞാൻ ഓടി അവിടുന്ന് പോയല്ലോ. ഇപ്പൊ 40 വർഷത്തോളമായി പോയി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മോശയ്ക്ക് അവിടെ നിന്ന് ആരോട് സംസാരിക്കാനാ? ലിക്കനായി പോയി. സംസാരിക്കാൻ ആരുമില്ല, വർത്തമാനം പറയാൻ ആരുമില്ല. നാം അനങ്ങുന്നില്ല. ആരോട് ആകെ സംസാരിക്കാൻ പറ്റുന്ന ശബ്ദം ആടെ, ഇങ്ങോട്ട് പോടെ, അങ്ങോട്ട് പോടെ, ആടെ ഇങ്ങോട്ട് പോടെ, പോയി ഇത് മാത്രമേ സംസാരിക്കാനുള്ളൂ. ദൈവത്തിന് ലിക്കനായി പോയി. തന്റെ ഉദ്ദേശിച്ച പ്രവർത്തികൾ ഒന്നും നടന്നില്ല. ഇസ്രായേലിന് വിടുതലും കിട്ടിയില്ല. മോശ ഇപ്പോഴും മരുഭൂമി കിടന്ന് വട്ടം കറങ്ങുക. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ കിടന്നവരില്ല അമ്മായിയപ്പന്റെ മാതിനെ മേയിച്ചുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലേ, ദൈവത്തെ ഇസ്രായേൽ സ്തോത്രം ചെയ്ത് 40 വർഷം 80 വർഷം എന്റെ ജീവിതം പാഴായി പോയല്ലോ, അല്ലേ? 80 വർഷം പാഴായി പോയി. മോശയുടെ നല്ല പ്രായം, യൗവനം കഴിഞ്ഞു, വാർദ്ധക്യത്തോട് അടുത്തിരിക്കുന്നു. നല്ല വാർദ്ധക്യമായി, 80 വയസ്സും, അല്ലേ നമുക്കൊക്കെ? ദൈവത്തിന് സ്തോത്രം. ഈ 80 വയസ്സില് അവിടെ കിടപ്പോ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, നിരാശ.
എന്ത് വാക്കുകൾ കിട്ടുന്നില്ല. മോശ മരുഭൂമിയിൽ എന്ന് പറഞ്ഞു, എന്റെ ദൈവമേ, മൈ ഗോഡ്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. 80 വർഷത്തെ ചരിത്രം മുഴുവൻ അതിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമേ മോശയ്ക്ക് പ്രാർത്ഥിക്കാനുള്ളായിരുന്നു. എന്റെ ദൈവമേ, എന്റെ ജനത്തിന്റെ വിടുതൽ എന്താ? എന്റെ ദൈവമേ, നിന്റെ പ്രവൃത്തികൾ എവിടെ? നീ വരുന്ന വാഗ്ദത്തം എവിടെ? ഇസ്രായേലിനോട് ചെയ്ത വാഗ്ദത്തം എവിടെ? ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. മോശയ്ക്ക് ഒരൊറ്റ വാക്കുകളായിരുന്നു പറയാൻ, എന്റെ ദൈവമേ. ഒരു പക്ഷേ മോശ വിചാരിച്ചാണ് എനിക്ക് പകരം വേറെ ആരെങ്കിലും പോയി അത് ചെയ്യണമെന്നായിരിക്കാം. ആ പ്രാർത്ഥനയില് തന്റെ 80 വർഷത്തെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും തന്റെ മനസ്സിലെ വിചാരങ്ങളും ആഗ്രഹങ്ങളും മുഴുവനും ഒരുപോലെ ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പടർപ്പിൽ ദൈവം ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം, അല്ലേ? മുൾപ്പടർപ്പിൽ ദൈവം ഇറങ്ങി വന്നു. മോശയെ മോശയെ എന്ന് വിളിച്ചു, അല്ലേ? ദൈവത്തിന് രണ്ടാമതല്ല, അബ്രഹാമെ അബ്രഹാമെ എന്ന് വിളിച്ചതിന് ശേഷം വിളിക്കുന്ന രണ്ടാമത്തെ വാക്കാണ് മോശെ മോശെ എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നില്ല. ചിന്തിക്കേണ്ട വിഷയമാണിത്. നിന്റെ ഒരൊറ്റ വാക്കില്, എന്റെ ദൈവമേ എന്നുള്ള നിന്റെ ഒരൊറ്റ വാക്കില് നിന്റെ സകല പ്രശ്നങ്ങളും അടങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് നിലവിളി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഈ കൂവിക്കരഞ്ഞുകൊണ്ട് കിടന്ന അയ്യോ അയ്യോ എന്നില്ല. അതല്ല നിലവിളി. വിശുദ്ധ തിരുവഴുത്തിലെ നിലവിളി അതല്ല. എന്റെ ദൈവമേ എന്നുള്ള ഒരൊറ്റ വാക്കാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. അവിടെ മുൾപ്പടർപ്പിൽ ദൈവം ഇറങ്ങി വന്നു. നിന്റെ സകല ആഗ്രഹങ്ങളും നിന്റെ മനസ്സിലുള്ള സകല കാര്യങ്ങളും ഇസ്രായേലിന്റെ വിടുതലിനെ കുറിച്ച് നീ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ അതിന് ദൈവം ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു, അല്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നല്ലേ? യഹോവ അരുളി ചെയ്യുന്നതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നല്ലേ? ആ ഒരൊറ്റ വാക്കിന് മറുപടി കിട്ടിയില്ലേ? എന്റെ ദൈവമേ എന്നുള്ള ഒരൊറ്റ വാക്കില് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, അല്ലേ? ഇവിടെ ജീവിതത്തിന്റെ പ്രവൃത്തികൾ പലതും വലിയ ഉത്തമമായ പ്രവൃത്തികൾ വെളിപ്പെട്ടത്, ഉത്തമമായ ഉത്തരങ്ങൾ ദൈവത്തിന് മനുഷ്യർക്ക് കിട്ടിയത് മരുഭൂമിയിൽ വെച്ചാണ്. അത് ഞാൻ വളരെ ചിന്തിച്ച ഒരു വിഷയം ഈ ദിവസങ്ങളില്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ദൈവത്തിന് സ്തോത്രം. അവിടെ സംഭവിക്കുള്ളൂ. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിനക്ക് എന്റെ ദൈവമേ എന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ നിനക്ക് കഴിയത്തില്ല. മനസ്സിലായില്ലേ? പട്ടണത്തിൽ അല്ലെങ്കിൽ നിനക്ക് കഴിയയില്ല. ചന്തയിൽ നിനക്ക് കഴിയത്തില്ല. നീ പോകുന്ന ഇടങ്ങളിൽ മറ്റു ഭവനത്തിൽ നിനക്ക് കഴിയില്ല. ദൈവം ഒരു പ്രവൃത്തി നിന്നിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ പെടുത്തിക്കൊണ്ടുപോയി അവിടെ ഇരുന്നുള്ള നീ നിലവിളിക്കും, വിളിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ആഗാർ നിലവിളിച്ച് ഒരു പുതിയ ജാതി അവിടെ ഉണ്ടായി. ദൈവത്തിന് ഹാമാൻ നിലവിളിച്ച് ഇസ്രായേലിന് ഒരു വിടുതൽ അവിടെ ഉണ്ടായി. മോശ നിലവിളിച്ച് വലിയൊരു ജനസമൂഹത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു. വലിയൊരു രാഷ്ട്രം ഉണ്ടാകാൻ പോകുന്നു. അത് ഇന്നും നിലനിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കാരണം ഒറ്റ നിലവിളിയാണ് മോശയുടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിലവിളികൾ അനേകം ബൈബിളിലുണ്ട്. മരുഭൂമികൾ അനേകം നിലകളില്ല. അല്ലേ? ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഞാൻ നിലവിളിക്കുന്നില്ലേ, നീ എനിക്ക് ഉത്തരം വരണമേ. രാത്രിയിൽ ഞാൻ നിലവിളിക്കുന്നു, പകൽ ഞാൻ നിലവിളിക്കുന്നു. മരുഭൂമികളിലെ, അല്ലേ, അബ്ശാലോമിനെയും പിന്നെ മറ്റേ ശൗലിനെയും പേടിച്ച് മരുഭൂമിയിലേക്കും പാത സമയത്ത് ദാവീദ് പറഞ്ഞു, ഞാൻ നിലവിളിക്കുന്നു, എന്റെ നിലവിളി തിരുസന്നിധിയിൽ എത്തുമാറാകട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 22-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്ന സമയത്ത് അയ്യോ ഞാൻ നിലവിളിക്കുന്നു, അല്ലേ? ദൈവത്തിന് സ്തോത്രം. എന്താണ് കാരണം? ഒറ്റ നിലവിളിയുള്ള കാരണം ബാക്കി ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം ഒരു നിലവിളിയിൽ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന തിരുനാമം മഹത്വപ്പെട്ട സമയം കടന്നു പോകുന്നു. ഇനിയും നമുക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 15 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മോശയുടെ നിലവിളിക്ക് ശേഷം 15 മരുഭൂമിയിലെ പ്രവർത്തി കഴിഞ്ഞ് ഒരു മരുഭൂമിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിലൊരു തോൽവാറും ധരിച്ചുകൊണ്ട് വെട്ടുക്കളെയും കാട്ടുതേനെയും ഭക്ഷണമാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം, വിളിച്ചു പറഞ്ഞ ഒരു ശബ്ദം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. അതിന്റെ 3-ാമത്തെ വാക്യം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നില്ലേ? യോഹന്നാൻ ആരാ?
സെക്കരിയ പുരോഹിതന്റെ മകൻ അടുത്ത പൗരോഹിത്യം ചെയ്ത ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടവനാ, ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടവനാ അല്ലേ? പൗരോഹിത്യ അപ്പന്റെ ശേഷം പൗരോഹിത്യം അല്ലേ, ലേവ്യ പൗരോഹിത്യത്തിന് പ്രകാരം മക്കൾക്ക് കിട്ടേണ്ടതാ. എന്നാ ഇതൊക്കെ കഴിഞ്ഞ് മരുഭൂമിയില് നല്ല വസ്ത്രം പോലും ഇല്ല, ഒട്ടകരോമം അരയില് അത് അഴിഞ്ഞു പോകാതിരിക്കാൻ തോൽവാറ് ഒരു ബെൽറ്റ് ഇട്ട് മുറുക്കിയിരിക്കുക. കഴിക്കാൻ നല്ല ആഹാരമില്ല, മരുഭൂമി കിട്ടുന്ന ചില കായ്കളീനികളും തേനും അതൊക്കെ വട്ടിക്കൊണ്ടിരിക്കുക. ഇതിന്റെയൊക്കെ ആവശ്യം എന്തോന്നാ? വെളിപ്പാടുണ്ട് കേട്ടോ, പ്രവചനമുണ്ട്, അതേ പറ്റത്തുള്ളൂ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കിത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നല്ലേ അല്ലേ? കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, പാതനിരപ്പാക്കുവിൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ വാക്കുകളെ അധിക സമയം എനിക്ക് ഇല്ലല്ലോ, 10 മിനിറ്റ് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത് വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അല്ലേ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അടുത്തത് പ്രസംഗിച്ചു. പിന്നെ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. വിശേഷത്തിൽ വിശ്വസിപ്പീൻ. മരുഭൂമിയിൽ യോഹന്നാൻ ആ സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നുള്ള വാക്ക് പറഞ്ഞില്ല. വളരെ ചിന്തിക്കേണ്ട വിഷയമാണിത്. അത് പറയാനുള്ള അർഹത നമ്മുടെ കർത്താവിന് മാത്രമേ ഉള്ളൂ. ആ ശബ്ദം ഇന്നുവരെ നിന്നു പോയിട്ടുണ്ടോ? എത്ര നൂറ്റുണ്ടായി? 21 മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നുള്ള വാക്ക്, കർത്താവ് പറഞ്ഞ വാക്ക് ഇന്ന് വരെ നിന്ന് പോയിട്ടുണ്ടോ? ഭൂലോകത്തിന്റെ 7 വൻകരകളിലും സകല മാനവജാതിയുടെ രാഷ്ട്രങ്ങളിലൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനുഷ്യർ കടന്നു ചെന്ന്, അല്ലെങ്കിൽ വിവിധമായ മീഡിയയിൽ കൂടി, റേഡിയോയിൽ കൂടി, അല്ലെ ടെലിവിഷനിൽ കൂടി, വിവിധങ്ങളായ മീഡിയയിൽ കൂടി ഇന്നും കേൾക്കുന്ന ഒരു ശബ്ദമാണ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അത് കർത്താവിന്റെ വരവരെയും തുടർന്നു കൊണ്ടേയിരിക്കും. ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. സമയത്തിന് ഇതിനെക്കുറിച്ച് പറയാൻ ഒത്തിരി സമയം എടുക്കേണ്ടി വരും. മനസ്സാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, അത് നമുക്ക് എല്ലാവർക്കും പറയാനുള്ള ഒറ്റ വാക്യമാണ് കേട്ടോ. ആരെ കണ്ടാലും കർത്താവ് പറഞ്ഞ വാക്യമാണത്. കർത്താവ് പറഞ്ഞതാണ്. അത് വളരെ കർത്താവ് പറഞ്ഞ വാക്കുകൾക്ക് അതിൻ്റെതായിട്ടുള്ള വെയിറ്റ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. അറിയാം, അത് പറഞ്ഞാൽ മതി. ദൈവത്തിന് ഇന്നും 20 തലമുറകളിലേക്ക് തലമുറയായി ഇന്നും കേൾക്കുന്ന ശബ്ദമാണ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. നമ്മളെ പോലുള്ള അനേകം സുവിശേഷം കേട്ടിട്ട് ഇന്നത്തെ കൂടെ നടക്കല്ലേ. ദൈവത്തിന് അത് അനുസരിപ്പാൻ ദൈവം നമുക്കന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കട്ടെ.